എൻ്റെ കണ്ണുകളിലെ ഗൂഢമായ പ്രണയത്തിലേക്കാണ് അവൻ നോക്കുന്നത് എന്നോർത്തപ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും ചിരിക്കണമെന്ന് തോന്നി. ഞാൻ എൻ്റെ പ്രണയം ഇനി ആർക്കും കൊടുക്കില്ല എന്ന് ഇവൻ ഇതുവരെയും അറിഞ്ഞില്ലേ? പുതിയ ജോലിസ്ഥലവുമായി നില എന്ന ഞാൻ ഇഴുകിച്ചേർന്ന് വരുന്നതേയുള്ളൂ. ഇന്ത്യ എന്ന എൻ്റെ മണ്ണിൽ ഞാൻ അഭയാർത്ഥിയായി അലയുന്നതിന് കാരണം എൻ്റെ ഈ തകർന്ന പ്രണയം തന്നെയാണെന്ന് അറിയാതെയല്ല. വാടക വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ എന്തു പറഞ്ഞാലും എന്നോർത്തപ്പോൾ ഉള്ളിലെവിടെയോ ഒരു തേങ്ങൽ. ഇത്രയും കൂടിയ ജീവിത സാഹചര്യത്തിൽ നില എങ്ങനെ ഒറ്റയ്ക്കായി എന്ന് ചോദിച്ചാൽ കൂട്ടുകാർക്ക് പോലും ഒരു ഉത്തരമില്ല. ബോറടിപ്പിക്കുന്ന കമ്പനി അക്കോമഡേഷനിൽ നിന്നും നൈറ്റ് പാർട്ടികളിൽ നിന്നും ഓടി ഒളിക്കാനാണ് നഗരത്തിനകത്ത് തന്നെ തിരക്കിൽ നിന്ന് അല്പം ഒഴിഞ്ഞ ഈ വീട് വാടകയ്ക്കെടുത്തത് തന്നെ. 21-ാം വയസ്സിൽ ഞാൻ കണ്ട ലോകമല്ല ഇപ്പോൾ എൻ്റെ. കാലാനുസൃതം എന്ന് പറയാവുന്ന ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിലും സംഭവിച്ചിട്ടുണ്ട്. പഠിച്ചിറങ്ങുമ്പോൾ പഠനഭാരത്തിൽ നിന്നു രക്ഷപ്പെടാൻ ഒരു ജോലി, അതായിരുന്നു ലക്ഷ്യം. 3 വർഷത്തെ മടിപ്പിക്കുന്ന പ്രോഗ്രാമുകളുടെ ഇടയിൽ നിന്നും ഹയർ സ്റ്റഡീസ് എന്ന അതിസാഹസികതയിലേക്ക് എടുത്തു ചാടിയത് കമ്പ്യൂട്ടറിൽ നിന്നും നീണ്ടുവരുന്ന കരങ്ങൾ എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുമോ എന്ന് ഭയന്നു തന്നെയാണ്. ഇപ്പോൾ എനിക്കങ്ങനെ ലക്ഷ്യങ്ങളൊന്നുമില്ല. ജോലിയുടെ ഭാഗമായുള്ള വിദേശയാത്രകൾ മാത്രമാണ് ഒരു സന്തോഷം തന്നിരുന്നത്. ഇപ്പോൾ അതും മടുപ്പാണ്. ഇൻഫോ സൊല്യൂഷനിൽ എനിക്ക് അങ്ങനെ പറയത്തക്ക സൗഹൃദങ്ങളൊന്നുമില്ല. പ്രായം 30-ലെത്തി എങ്കിലും മുഖത്തേക്ക് എത്തി നോക്കാത്തതിനാൽ തന്നെ മാരേജ് എന്നതിൻ്റെ ചൂണ്ട കുളുത്തിൽ കുരുക്കാൻ പലരും ശ്രമിക്കാറുണ്ട്. കാണാൻ സുന്ദരി, 6 ശമ്പളം, റിട്ടയേർഡ് ഉദ്യോഗസ്ഥരുടെ മകൾ, കുടുംബസ്വത്ത് ലിസ്റ്റ് എന്നീ ലിസ്റ്റ് ഇടുന്നവരുടെ കയ്യിൽ ഇതൊക്കെ നല്ലൊരു പ്രലോഭനം തന്നെയാണ്. പക്ഷേ ഞാൻ എന്താണ് എൻ്റെ ഇണയും തുണയുമായി വരുന്നവന് നൽകേണ്ടത്? വർഷങ്ങൾക്ക് മുമ്പേ മറ്റാരോ കൈവശപ്പെടുത്തി ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞു കളഞ്ഞ എൻ്റെ മനസ്സും ഹൃദയവുമോ? അതിലേക്ക് ഇനി എന്തെല്ലാം പുതിയ ഡാറ്റാസ് എൻ്റർ ചെയ്താലും മറ്റൊരു പ്രോഗ്രാമും അതിലിനി റൺ ചെയ്യില്ല എന്ന് എനിക്ക് മാത്രമേ അറിയൂ. പെണ്ണിൽ നിന്നും ആണിലേക്കുള്ള ദൂരമാണോ, മനുഷ്യനിൽ നിന്നും മനുഷ്യത്വമില്ലായ്മയിലേക്കുള്ള ദൂരമാണോ ആകാശ് മേനോൻ എന്ന എൻ്റെ മേനോൻ ചെക്കൻ എന്ന് പഠിപ്പിച്ചത് എന്നറിയില്ല. ആ ഒരു സമയം എൻ്റെ ചിന്തകളും ആഗ്രഹങ്ങളും എന്തിനേറെ ശ്വാസം തന്നെ അവനായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് കണ്ട കാഴ്ചകൾ, കണ്ട സ്വപ്നങ്ങൾ, യാത്ര ചെയ്ത വഴികൾ, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും ഓർമ്മകൾ. UK വരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഒരു പ്രാവശ്യം പോലും ചിന്തിച്ചിരുന്നില്ല ഇങ്ങനെയൊരു ബ്രേക്കപ്പ്. ശരിക്കും ഇതൊരു ബ്രേക്കപ്പാണോ അതോ ഒളിച്ചോട്ടമോ? മേനോന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ ഉണ്ടായിരുന്നു എങ്കിലും എൻ്റെ സീനിയർ ബാച്ചുകാരനായതിനാൽ 1 വർഷം മുന്നേ തന്നെ പ്ലേസ്മെന്റ് വഴി ജോലി കിട്ടിയിരുന്നു. പക്ഷേ ആകാശിൻ്റെ അമ്മയുടെ അസാധാരണ വാശി അതാണെൻ്റെ ജീവിതം തകർത്തത് എന്ന് തോന്നാറുണ്ട്. ജാതി ചിന്തകൾ പലതും അവരുടെ പണത്തോടുള്ള ആർത്തിയിൽ മുങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടതാണ്. ബിടെക് കഴിഞ്ഞ് ഒന്ന് സെറ്റിലായിട്ട് കല്യാണം കഴിക്കാം എന്നായിരുന്നു ഞങ്ങളുടെ പദ്ധതി. പക്ഷേ അതിനെയെല്ലാം തകർത്ത് കളഞ്ഞത് ആകാശിൻ്റെ അമ്മ അരുന്ധതി തന്നെയായിരുന്നു. മകൻ അന്യജാതിക്കാരിയെ കല്യാണം കഴിക്കുന്നത് അവർക്ക് ബന്ധുക്കളുടെ ഇടയിൽ കുറച്ചിലുളവാക്കുമെന്ന്. ഓരോ ആവശ്യങ്ങൾക്കും കുടുംബക്കാരെ കണ്ടുമുട്ടുമ്പോഴും തറവാട്ടിൽ ഒത്തുചേരുമ്പോഴും അതൊരു ചർച്ചയാകും. അത് എല്ലാവരുടെയും സന്തോഷം കളയുമെന്ന്. എന്തായാലും ചെറുക്കനും പെണ്ണും ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്കെന്തായാലും കുട്ടികളുടെ സന്തോഷമാണല്ലോ വലുത്. അതുകൊണ്ട് നിങ്ങൾ മോൾക്ക് കൊടുക്കാനുള്ളതൊക്കെ ആകാശിനെ കൂടുതൽ പേരിലേക്കാക്കി എഴുതി കൊടുത്തിട്ട് മോനെ ഇങ്ങോട്ട് ദത്തു നിർത്തണം. ഞങ്ങൾക്ക് 2 ആൺകുട്ടികളാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ആകാശാണ് മൂത്തത്. നിങ്ങൾ നിങ്ങളുടെ മകളെ പിരിയുകയും വേണ്ട. പിന്നീട് ആണെങ്കിലും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഞങ്ങൾ കുറച്ച് നേരത്തെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇല്ലാതെ ഒരു സൊല്യൂഷനും ഞങ്ങളുടെ മുന്നിലില്ല. ഇതിന് നിങ്ങൾക്ക് സമ്മതമല്ല എങ്കിൽ ആകാശിന് എൻ്റെ അമ്മയുടെ ചർച്ചയിൽ നിന്നും ഒരു പെൺകുട്ടിയെ ആലോചിക്കാൻ തറവാട്ടിൽ നിന്നും പറഞ്ഞിരിക്കുന്നു. ഉടനെ എന്തായാലും ഒരു തീരുമാനം വേണം. നിങ്ങളത് ആലോചിച്ച് അറിയിക്കുക. നമ്മൾ എടുക്കുന്ന തീരുമാനം അതനുസരിച്ച് വേണം പിള്ളേരോട് പറയാൻ. എന്തായാലും അരുന്ധതി അമ്മയുടെ അഭിപ്രായ പ്രകടനം കഴിഞ്ഞിറങ്ങി ഒരു രാത്രി ഇരുണ്ടു വെളുത്ത ശേഷമാണ് ഞങ്ങൾ 2 ആളും ഇതറിഞ്ഞിരുന്നത് തന്നെ. അപ്പോഴേക്ക് നാട്ടിൽ അറിയാനുള്ളവരും ചർച്ച ചെയ്യാനുള്ളവരും എല്ലാം അറിഞ്ഞു. അഭിപ്രായമായി യോജിപ്പുകളും വിയോജിപ്പുകളുമായി കഴിഞ്ഞിരുന്നു. അവസാന വർഷമായതിനാൽ ഞങ്ങളുടെ ബാച്ചിന് അന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. അതിനാൽ ഞങ്ങൾ അന്ന് നേരത്തെ ഹോസ്റ്റലിൽ നിന്നും കോളേജിലേക്ക് പോയിരുന്നു. എന്നത്തെയും പോലെ ആകാശിനെ വഴിയിൽ വെച്ച് കണ്ടിരുന്നു. അപ്പോൾ ഒന്നും വീട്ടിൽ നടക്കുന്ന ഒന്നിനെ പറ്റിയും ഞാൻ അറിയുന്നുണ്ടായിരുന്നില്ല.
പതിവ് പോലെ കൈവീശി കാണിച്ച് നടന്നു പോകുമ്പോൾ എനിക്കുള്ള കോൾ ഹോസ്റ്റലിൽ എത്തിയിരുന്നു. രാവിലത്തെ ക്ലാസ് കഴിഞ്ഞിറങ്ങുമ്പോഴാണ് ഈസിയിലെ സൂര്യ വീട്ടിൽ നിന്നും ഫോൺ വന്നിരുന്നു. അത്യാവശ്യമായി വീട്ടിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്നും വന്ന് പറഞ്ഞത്.